ഹൈറേഞ്ചിന് ഇത് മാമ്പൂക്കാലം. കഴിഞ്ഞ വർഷങ്ങളിൽ പൂക്കാൻ മടിച്ചിരുന്ന മാവുകൾ പോലും ഈ വർഷം മനസ്സറിഞ്ഞ് പൂത്തത് കാഴ്ചക്കാർക്ക് ആനന്ദകരമായ അനുഭവമാണ്. മാവുകൾ പൂത്തുലഞ്ഞതോടെ വരാൻ പോകുന്നത് തേനൂറും മാമ്പഴക്കാലമാണ്. ഹൈറേഞ്ചിൽ എവിടെയും ഇപ്പോൾ മാമ്പൂക്കാലത്തിന്റെ സൗന്ദര്യമാണ് കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നത്. വർഷങ്ങളായി പൂക്കാത്ത മാവുകൾ പോലും ഇലകളെ മറച്ച് പൂവിട്ടത് മധുരിക്കുന്ന കാലത്തിന്റെ നാന്ദിയായി മാറി. ഈ വർഷത്തെ പൂവിടിയിൽ മാവുകൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായാണ് മാവുകൾ പൂവിടുന്നത്. ഇപ്പോൾ തൊടിയിലും കർഷക ഭൂമിയിലും ഇല കാണാത്ത വിധം പൂത്തുലഞ്ഞ് ജനങ്ങളെ ആനന്ദിപ്പിച്ച് തല ഉയർത്തി നിൽക്കുകയാണ് ഓരോ മാവുകൾ. രാത്രിയിലെ തണുപ്പും ഭൂഗർഭജലത്തിന്റെ അളവ് കൂടിയതും കഴിഞ്ഞയാണ്ടിലെ വിളവും കണക്കിലെടുത്തപ്പോൾ ഹൈറേഞ്ചിലെ മാവുകൾ തീരുമാനിച്ചു, ഇത്തവണ നന്നായി ഒന്ന് പൂത്തു തളിർത്തേക്കാം, നല്ല ഒരു മാമ്പഴക്കാലം തന്നെ സമ്മാനിച്ചേക്കാമെന്ന്. മാവുകൾ പൂത്തു നിൽക്കുന്ന കാഴ്ചയ്ക്ക് പിന്നിൽ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ കേരളം മൂടിപ്പൊതിച്ചുറങ്ങിയപ്പോൾ മാവുകൾക്കും കുളിരുകോരി. 2024 അപേക്ഷിച്ച് അസാധാരണമായ തണുപ്പാണ് ഹൈറേഞ്ചിലെങ്ങും ഉണ്ടായത്. കൂടാതെ നല്ല മഴയും കൂട്ടായെത്തി. ഇതാണ് മാവുകൾ കൂടുതൽ പൂക്കാൻ പ്രേരണയായത്. പിന്നിട്ട് നവംബർ, ഡിസംബർ മാസങ്ങളിൽ മഴ ഒഴിഞ്ഞു നിന്നതും അനുഗ്രഹമായി. ഇതൊരു 15 വർഷമായി മാവ് വെച്ചിട്ട്. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് പൂക്കാൻ തുടങ്ങി. എന്നാലും ന്യായമായിട്ട് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം ഇത് പൂത്തുമില്ല, നമുക്ക് കായ് ഒന്നും കിട്ടിയിട്ടുമില്ല. ഒരു 10 മാങ്ങായി കൊണ്ടൊന്നും കിട്ടിയിട്ടില്ല. ഈ വർഷം നല്ലൊരു പൂത്തുന്നുണ്ട്. ഈ വർഷം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ കുറച്ച് മാങ്ങ കിട്ടാൻ സാധ്യതയുണ്ട്. 3 വർഷം പൂവിടൽ കാലത്ത് അനുഭവപ്പെട്ട മഴ പൂവിടലിന്റെ അളവ് കുറച്ചിരുന്നു. മാവിന്റെ തളിർ ശിഖരങ്ങളെ അന്നജത്തിന്റെയും നൈട്രജന്റെയും സാന്നിധ്യമാണ് മികച്ച കായ്ഫലം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം കായ്ഫലം കുറഞ്ഞതുമൂലം ശിഖരങ്ങളിലെ അന്നജത്തിന്റെ നിക്ഷേപം വർദ്ധിച്ചു. ഇതും മാവിന്റെ പൂവിടൽ ശേഷി വർദ്ധിപ്പിച്ചതായി കർഷകർ പറയുന്നു. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.